ഏറ്റവും പ്രധാനം, ഇന്ത്യയുടെ 24 കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിച്ചു. ആക്രമണത്തിന് ഉപയോഗിച്ചത് ഉയർന്ന ശേഷിയുള്ള ആയുധങ്ങളായിരുന്നു. ഉറി, പൂഞ്ച്, രജൌരി മേഖലകളിൽ ആക്രമണം നടത്തി. പാക് ഡ്രോണുകളെ ഇന്ത്യ വെടിവച്ചിട്ടു. പാകിസ്ഥാൻ ആയുധങ്ങൾ അയച്ചത് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട്. പാകിസ്ഥാൻ ഉപയോഗിച്ചത് തുർക്കി നിർമ്മിത ഡ്രോണുകൾ. ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സൈന്യം പറഞ്ഞ ആ പോയിന്റിലേക്ക് പോകുന്നത്. യാത്രാ വിമാനങ്ങളുടെ മറപറ്റിയായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണമെന്ന്. യാത്രാ വിമാനപാതയെ മറയാക്കിയാണ് ഇന്ത്യൻ സേന തിരിച്ചടിക്കുമെന്നുറപ്പുള്ളത് കൊണ്ടായിരുന്നു പാകിസ്ഥാൻ ഈ യാത്രാ വിമാനപാതയെ മറയാക്കിയതെന്ന് സൈന്യം പറഞ്ഞു. പാകിസ്ഥാൻ ഇന്ത്യൻ ജനവാസ മേഖലയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് പാകിസ്ഥാൻ സംഘർഷത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. പൂഞ്ചിൽ കർമ്മലീത്ത സന്യാസികൾ നടത്തുന്ന സ്കൂളിന് പിന്നിലും ആക്രമണമുണ്ടായി. മെയ് 7 ക്രിസ്ത്യൻ സ്കൂളിനടുത്തും ഷെല്ലാക്രമണമുണ്ടായി. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളവ.